ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2216. ഇന്ന് ജനുവരി മാസം 24-ാം തീയതി. എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ ശകാരത്തിൻ്റെ രീതിയിലും ഉപദേശത്തിൻ്റെ ഭാവത്തിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. സമയം കളയാതിരിക്കുക. ലഭിക്കുന്ന അവസരങ്ങളെയൊക്കെ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്യുക. അംഗീകരിക്കാനോ അതനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങാനോ പലപ്പോഴും പലർക്കും കഴിയാറില്ല. ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ. ഞാനും നമ്മൾ ഓരോരുത്തരും എന്തിനും ഒരു സമയപരിധിയുണ്ട്. അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ആസ്വാദികരമാവുക. നിമിഷാർത്ഥം കൊണ്ടെല്ലാം നഷ്ടപ്പെടുന്നവരില്ലേ? ഒരു നിമിഷം കൊണ്ടെല്ലാം നേടുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാഴ്ചയും ഒരു അനുഭവവും ഇങ്ങനെ നമ്മളെ കാത്തു നിൽക്കുന്നില്ല. വിമാനം കാണാൻ ഒച്ചകേട്ട മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന നിമിഷത്തിൽ തന്നെ അത് മേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞു പോകുന്നതിനാൽ ശബ്ദം മാത്രം കേട്ട് നിരാശരാകുന്ന എത്ര പേരുണ്ട്. എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണ്ടേ? സമയം ചെലവഴിക്കണ്ടേ? ഒന്ന് ശ്രദ്ധ പതറുമ്പോഴായിരിക്കും മാസങ്ങളായി ഇമവെട്ടാതെ നോക്കിയിരുന്ന അത്ഭുതം പ്രത്യക്ഷപ്പെടുന്നതും അതുപോലെ തന്നെ അത് അപ്രത്യക്ഷമാകുന്നതും. അമൂല്യമായതൊന്നും കാണാതെ സ്വന്തം നേരം പോക്കുകളിൽ നമ്മളിൽ പലരും സമയം കളയുന്നവരാണ്. അതെ, ചെറിയ ചെറിയ നേരം പോക്കുകളിൽ മുഴുങ്ങി അമൂല്യമായതിനെ പലതും നമ്മൾ അവഗണിക്കുന്നുണ്ട് അറിയാതെ. മറ്റു ചിലരാവട്ടെ ജീവിതം നിറയെ പ്രശ്നങ്ങളാണല്ലോ, ഒടുവിലത്തെ പ്രശ്നവും കൂടി ഒന്ന് പരിഹരിച്ചതിന് ശേഷം ജീവിതം ആസ്വദിക്കാം, ആരംഭിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഒന്നും കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്യാതെ സംഭവിക്കുന്ന നഷ്ടങ്ങളിൽ ഭൂരിഭാഗവും എന്താണെന്നറിയാവോ? അപ്രധാനമായതിന് എപ്പോഴോ ഞാൻ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ അമിത പ്രാധാന്യം കൊടുത്തു എന്നതാണ്. അപ്രധാനമായതിന് എപ്പോഴൊക്കെയോ ജീവിതത്തിനകത്ത് അമിത പ്രാധാന്യം കൊടുത്തു. അതാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ വലിയൊരു പോരായ്മ. മാത്രമല്ല, ചെറിയ ചെറിയ അസ്വസ്ഥതകളെ എനിക്കൊന്ന് അവഗണിക്കാൻ അറിയാത്തതിൻ്റെ പേരിലും എൻ്റെ ജീവിതം വല്ലാതെ പാഴായിപ്പോയിട്ടുണ്ട്. ചെറിയ ചെറിയ അസ്വസ്ഥതകളെ അവഗണിക്കാനായിട്ട് പഠിച്ചിട്ടില്ല. തത്സമയ പ്രതികരണങ്ങൾ വേണ്ടവയ്ക്ക് 4 നാൾ കഴിഞ്ഞിട്ട് മറുപടി നൽകുന്നതിൽ അർത്ഥമില്ല. എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ക്രിസ്തുയേശു പറയുന്നുണ്ട്, ജാഗ്രതയോടെ ഇരിക്കും, ഉണർവോടെ ഇരിക്കുവാൻ, ഒരുങ്ങിയിരിക്കുവാൻ. അങ്ങനെയൊന്ന് ജീവിതത്തെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്കൊന്നുകൂടി പഠിച്ച് പരിശ്രമിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒന്ന് ആരംഭിച്ചാലോ? ആമേൻ.